നേപ്പാളിലെ രണ്ടാമത്തെ ദിവസം പൊക്കാറോയിലാണ്. പൊക്കാറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റ് ലൈഫിൻ്റെ കൊട്ടാരം എന്നാണ് നേപ്പാളീസ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. പൊക്കാറോ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ടൗൺ ആണ്. ഞാനിനി പറയുന്ന റുപ്പീസും കാര്യങ്ങളൊക്കെ നേപ്പാളിയാണ്. 1.6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യൻ റുപ്പീസ് കിട്ടും. പൊക്കാറോയിൽ റൂമിനായിട്ട് ഞങ്ങൾക്ക് 1200 രൂപയാണ് ആയത് ഒരു ദിവസത്തേക്ക്. പൊക്കാറോയുടെ ഡേ ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൈക്ക് റെൻറ്റിനെടുത്തു. ബൈക്കിന് റെൻ്റായി വന്നത് 1000 നേപ്പാളിയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഗുപ്തേശ്വർ കേവിലേക്കാണ്. കേവിൻ്റെ എൻട്രി ആണിത്. എൻട്രി ഫീ ആയിട്ട് ഒരാൾക്ക് 100 നേപ്പാളിയാണ് വന്നത്. ഇതാണ് എൻട്രി പാസ്. ഈ വഴി നേരെ പോകുന്നത് ഗുഹയിലോട്ടാണ്. ഗുഹ എന്നൊന്നും പറഞ്ഞാൽ പോരാ, ഒരു ഒന്നൊന്നര വിഷ്വൽ തന്നെയായിരുന്നു. നിങ്ങൾ നേപ്പാളിലോട്ട് വരികയാണെങ്കിൽ മസ്റ്റായിട്ട് ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണം. കാരണം ഞാൻ ഈ പറഞ്ഞതുകൊണ്ടോ ഈ വിഷ്വൽസ് കാണിച്ചതുകൊണ്ടോ നിങ്ങൾക്കിത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. നേരിട്ട് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുകയാണ് സ്വർഗം തന്നെയാണ്. ഇതൊക്കെ എൻ്റെ ക്യാമറ കൊണ്ട് ചിത്രീകരിക്കാൻ പറ്റാവുന്ന പരമാവധിയാണ് ചിത്രീകരിച്ചത്. കേവിൽ നിന്ന് നേരെ പോയത് പുണ്ണിക്കോട്ടുള്ള വലിയ ശിവക്ഷേത്രത്തിലാണ്. നേപ്പാളിൽ തന്നെ ഏറ്റവും വലിയ ശിവപ്രതിമ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. ഇത്രയും വലിയ മലമുകളിൽ ഈ പ്രതിമകളൊക്കെ കൊണ്ടുവച്ചത് ആരാണെന്ന് ഞാൻ പലപ്പോഴായിട്ട് ചിന്തിച്ചിട്ടുണ്ട്. ഒരു നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇവിടെ. ഈ ശിവപ്രതിമയോട് നമ്മൾ അടുത്ത് നിൽക്കുന്തോറും ഈ പ്രതിമ വലുതായി പോകുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾ ഇവിടെ പോയിട്ടുണ്ട് ഇങ്ങനെ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ കമൻറ്റിൽ അറിയിക്കാൻ മറക്കണ്ട. അതിന് ചെറുതായിട്ടുള്ളൊരു അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ മനോഹരമായിരുന്നു. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് പൊക്കാറിലെ നൈറ്റ് ലൈഫിലേക്കാണ്. പല കാര്യങ്ങളും പുതുതായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ലേക്ക് വ്യൂവിലേക്ക് ചെന്നപ്പോൾ തന്നെ ഇതുപോലെ ഒരുപാട് ബാർബിക് ഷോപ്പുകൾ കാണാനിടയായി. അടുത്ത വീഡിയോ ഗാന്ത്രൂക്ക് വില്ലേജിനെ കുറിച്ചാണ്. അപ്പോൾ ഫോളോ ചെയ്യാൻ മറക്കണ്ട. ബൈ.